കേരള പോലീസിന്റെ ചരിത്രത്തിൽ നിന്നും മായ്ക്കാനാവാത്ത ഒരു കളങ്കമാണ് സുകുമാരക്കുറുപ്പ് എന്ന പേര്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചാക്കോ വധക്കേസിലെ മുഖ്യപ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായ സുകുമാരക്കുറുപ്പിന്റെ ആലപ്പുഴയിലെ ബംഗ്ലാവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചായത്ത്. ബംഗ്ലാവ് വില്ലേജ് ഓഫീസിനായി ഏറ്റെടുത്ത് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്താണ് സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് 150 മീറ്റർ ദൂരത്താണ് ഈ കെട്ടിടം. 40 വർഷത്തോളമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള പണത്തിനായാണ് പണ്ട് സുകുമാരക്കുറുപ്പ് ഫിലിം റെപ്രസെന്റേറ്റീവായ ചാക്കോയെ കൊലപ്പെടുത്തിയത്. താൻ മരിച്ചുവെന്ന് കാണിച്ച് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വിദേശ കമ്പനിയുടെ 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി സുകുമാരക്കുറുപ്പ് കണ്ടെത്തിയ ആളായിരുന്നു ചാക്കോ. സ്വന്തം രൂപസാദൃശ്യം ഉള്ളതിനാലാണ് ചാക്കോയെ അന്ന് തിരഞ്ഞെടുത്തത്. കേസിൽ പ്രതിയായതോടെ സുകുമാരക്കുറുപ്പ് ഒളിവിൽ പോയി. അന്ന് മുതൽ ഈയൊരു കെട്ടിടവും അനാഥമായി. ഈയൊരു കെട്ടിടത്തിനു മേൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് കുറുപ്പിന്റെ കുടുംബം കേസൊക്കെ കൊടുത്തെങ്കിലും രേഖകൾ കൃത്യമല്ലാത്തതിനാൽ കേസ് പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ കേസൊക്കെ പരാജയപ്പെട്ടതോടെയാണ് അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തുന്നത്. ഇപ്പോൾ 3 പതിറ്റാണ്ടിലേറെ വർഷങ്ങൾ പിന്നിട്ടിട്ടും സുകുമാരക്കുറുപ്പ് മലയാളികളുടെ ഇടയിൽ നിന്ന് ഇല്ലാതാകുന്നില്ല. എന്തായിരുന്നു ആ സംഭവം? വർഷങ്ങൾക്ക് മുൻപ് ജനുവരി മാസത്തിലെ ഒരു രാത്രിയിൽ ചെങ്ങന്നൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. വഴിയരികിൽ ഒരു കാറ് കത്തിയെരിയുന്നു. കാറിനുള്ളിൽ കത്തിയെരിഞ്ഞ ഒരു മൃതദേഹവും. കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും ക്രൂരമായ കൊലപാതകത്തിൻ്റെയും ആൾമാറാട്ടത്തിൻ്റെയും കഥ അവിടെ തുടങ്ങുകയാണ്. പണക്കൊതി മൂത്ത് ഒരു മനുഷ്യനെ പച്ചയ്ക്ക് ചുട്ടെരിച്ച സുകുമാരക്കുറുപ്പ് എന്നൊരു കൊടും കുറ്റവാളിയുടെയും കഥ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന ഒരു പേരാണ് സുകുമാരക്കുറുപ്പ്. ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന സംശയം ബലമായി നിലനിൽക്കുമ്പോഴും പിടികിട്ടാത്ത ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും ഒക്കെ മറവിൽ കാലങ്ങളായി നിൽക്കുന്ന ഒരു കുറ്റവാളി. മലയാളിയെ ഇപ്പോഴും കുഴപ്പിക്കുന്ന ആ പേര്, അത് സുകുമാരക്കുറുപ്പിൻ്റേത് തന്നെയാണ്. ഒരു കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ സുകുമാരക്കുറുപ്പ് 36 വർഷം പിന്നിട്ടിട്ടും പോലീസിനും പൊതുസമൂഹത്തിനും മുന്നിൽ അദൃശ്യനായി തന്നെ തുടരുകയാണ്. തിരോധാനം സംഭവിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളികളുടെ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു കുറവും വന്നിട്ടില്ല. ആ പേര് അവശേഷിപ്പിച്ചു പോയ ദുരൂഹത ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മരിച്ചതെന്ന് പോലീസിന് മൊഴി കൊടുത്തത് അയാളുടെ തന്നെ ബന്ധുവായ ഭാസ്കരപിള്ളയായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഭാസ്കരപിള്ളയുടെ ദേഹത്ത് 2 ദിവസം പോലും പഴക്കം വന്നിട്ടില്ലാത്ത നിരവധി പൊള്ളലുകൾ പോലീസുകാർ ശ്രദ്ധിച്ചു. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഭാസ്കരപിള്ള താനാണ് കുറുപ്പിനെ കൊന്നത് എന്ന് സമ്മതിക്കുകയായിരുന്നു. കാറിൽ നിന്ന് കിട്ടിയ ഏതാനും മുടിയിഴകളും പാടവക്കത്തു നിന്ന് കിട്ടിയ ഗ്ലൗസുകളുമാണ് ഭാസ്കരപിള്ളയിലേക്ക് പോലീസിനെ എത്തിച്ചത്. എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ല. സുകുമാരക്കുറുപ്പിന്റെ വീട്ടിൽ പോയി അന്വേഷണം നടത്തിയ ഹരിദാസ് അവിടെ എങ്ങും ഒരാൾ മരിച്ച പ്രതീതി കണ്ടില്ല. ഇത് സംശയത്തിനിടയാക്കി. പിന്നീട് ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി വന്നത് മരിച്ചത് കുറിപ്പല്ല എന്നുള്ളതാണ്. വേറെ ഏതോ ഒരാളാണ് എന്ന പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പിന്റെ ഒരു അകന്ന ബന്ധുവിന്റെ ഫോൺ കോളാണ് വഴിത്തിരിവായത്. ഇതോടെ മരിച്ചത് കുറിപ്പല്ല എന്ന് പോലീസിന്റെ സംശയം ബലപ്പെടുകയായിരുന്നു. പിന്നെ ആര്, എന്തിന് എന്നായി ചോദ്യം. മരിച്ചത് കുറിപ്പല്ലെങ്കിൽ കൊല്ലപ്പെട്ടെന്ന് കരുതിയിരുന്ന സുകുമാരക്കുറുപ്പ് എവിടെയെന്ന ചോദ്യവും ഉയർന്നു കേട്ടു. കേരളത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ അന്വേഷണത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. അബുദാബിയിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് 8 ലക്ഷം രൂപ അപകടത്തിൽ മരിച്ചാൽ കിട്ടുമെന്നറിഞ്ഞ സുകുമാരക്കുറുപ്പ് തൻ്റെ പേരിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസി അടിച്ചുമാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു.
ഇൻഷുറൻസ് തുക ലഭിക്കാൻ താൻ മരിച്ചതായി കാണിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയ കുറുപ്പ് അതങ്ങനെ തന്നെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനായി തൻ്റെ അതേ ഉയരവും തൂക്കവും ഉള്ള ഒരു മൃതദേഹം കണ്ടുപിടിക്കാൻ അടുത്ത ശ്രമം നടത്തുന്നു. മോർച്ചറിയും ശ്മശാനവുമെല്ലാം കയറിയിറങ്ങി കുറിപ്പിന് തനിക്ക് യോജ്യമായ ഒരു മൃതശരീരം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. എങ്ങനെയും അനുയോജ്യനായ ഒരാളെ കിട്ടാൻ കുറുപ്പിൻ്റെ ആജ്ഞയനുസരിച്ച് ഡ്രൈവർ പൊന്നപ്പനും ഭാര്യ സഹോദരനായ ഭാസ്കരപിള്ളയും ഹരിപ്പാട് മുതൽ ആലപ്പുഴ വരെയുള്ള ഹൈവേയിൽ സ്ഥിരമായി കറങ്ങി നടന്നു. ജനുവരി 21 രാത്രി ഇവർക്ക് അനുയോജ്യനായ ഒരാളെ കിട്ടുന്നു. കുറുപ്പിൻ്റെ ഡ്രൈവർ പൊന്നപ്പനും ഭാര്യ സഹോദരനായ ഭാസ്കരൻ പിള്ളയും സഞ്ചരിക്കുകയായിരുന്ന കാറ് കരുവാറ്റ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആലപ്പുഴയ്ക്ക് ലിഫ്റ്റ് ചോദിച്ചു. കുറുപ്പിൻ്റെ അതേ ശരീരഘടനയുള്ള ഇയാളെ വിഷദ്രാവകം അടങ്ങിയ മദ്യം കഴിപ്പിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. പിന്നീട് ഭാസ്കരപിള്ളയുടെ വീട്ടിൽ വെച്ച് ഇയാളുടെ തല പെട്രോൾ ഒഴിച്ച് കരിയിച്ചു കളയുകയും കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ കുന്നത്തെ വയലിൽ കാറും മൃതദേഹവും ഇറക്കി കത്തിക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ചാക്കോ എന്നയാളെ കാണാനില്ലെന്ന പരാതിയുമായി ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചിരുന്നു. ഈ പരാതിയും കുറുപ്പിൻ്റെ ഡ്രൈവറായ പൊന്നപ്പൻ്റെ മൊഴിയുമാണ് മരിച്ചത് സുകുമാരക്കുറുപ്പല്ലെന്നും ചാക്കോ എന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആണെന്നുമുള്ള യാഥാർത്ഥ്യം തെളിയുന്നത്. അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലും കുറുപ്പ് പോലീസിൻ്റെ മൂക്കിൻ തുമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു. കൊല നടത്തിയ ശേഷം കുറുപ്പ് ഭൂട്ടാനിലേക്ക് കടന്നുകളഞ്ഞു എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും അയാൾ നാട്ടിൽ വന്നു പോകാറുണ്ടായിരുന്നു. അത്തരത്തിൽ വിവരം ലഭിച്ചിടത്തെല്ലാം പോലീസ് ചെല്ലുമ്പോഴൊക്കെ അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയായിരുന്നു. പിന്നീട് കുറുപ്പ് നാടുവിട്ടുവെന്നും ഉത്തരേന്ത്യയിൽ സന്യാസ ജീവിതം നയിക്കുന്നുവെന്നുമൊക്കെയുള്ള വാർത്തകൾ വന്നു. എന്തിന് മരണപ്പെട്ടു എന്നുവരെയുള്ള വാർത്തകൾ വന്നു. ജോഷി എന്ന കള്ളപ്പേരിൽ പല ആശുപത്രികളിലും അയാൾ ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നതായും തെളിഞ്ഞിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അയാളിനി അധികനാൾ ജീവിച്ചിരിക്കില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നതായും പോലീസിൻ്റെ കണ്ടെത്തലുകളുണ്ട്. ഫോട്ടോ കണ്ട് അയാളെ ചികിത്സിച്ച പല ഡോക്ടർമാരും കുറുപ്പിനെ തിരിച്ചറിഞ്ഞിരുന്നതാണ്. കാഷായ വസ്ത്രത്തിലുള്ള ഒരു യോഗിയുടെ വേഷമായിരുന്നു അയാൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തലുകളിൽ തെളിഞ്ഞതാണ്. പക്ഷെ കുറുപ്പ് മാത്രം എല്ലാവരെയും കബളിപ്പിച്ച് കടന്നു കളഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ കുപ്രസിദ്ധമായ പേര് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്.